എൻ്റെ നല്ലയമ്മ. ജപമാലയേന്തി ഇരുകൈകൾ നീട്ടി മാറോടു ചേർക്കുന്ന സ്നേഹം. അമ്മേ ജപമാല റാണി, വാഴ്ത്തുന്നു നിൻ നാമം ഞങ്ങൾ. നിൻ ചാരയണയുന്ന നേരം ആശ്വാസമാണമ്മേ നിറയേ. അലിവാർന്ന മിഴിയിൽ നിറയുന്ന സ്നേഹം, മാതൃവാത്സല്യത്തിൻ സ്നേഹം. പിതാവായ ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം മനുഷ്യമക്കളിലേക്ക് ഒഴുകപ്പെടുന്നു എന്നതിൻ്റെ അടയാളമായിട്ട് വീണ്ടും തിരുസഭാ മാതാവ് മാർപ്പാപ്പയിലൂടെ നമുക്ക് കരുണയുടെ വർഷം, കരുണയുടെ വാതിൽ തുറന്നു തന്നുകൊണ്ട് നമുക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. ഈ കരുണയുടെ വർഷത്തിൽ കാരുണ്യവാനായ കർത്താവിന് ഈ ലോകത്തിലേക്ക് ജന്മം നൽകാൻ പിതാവായ ദൈവം തിരഞ്ഞെടുത്ത കാരുണ്യ മാതാവിനെക്കുറിച്ച്, വ്യക്തിപരമായി ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കാൻ ഈ അവസരം ലഭിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. പരിശുദ്ധ അമ്മയുടെയും യേശുവിൻ്റെയും തിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ ഈ ശുശ്രൂഷയിലൂടെ. ഞാൻ 7 മക്കളുള്ള ഒരു വീട്ടിൽ അപ്പനും അമ്മയ്ക്കും 7ാമത്തെ മകളായി ജനിച്ച വ്യക്തിയാണ്. ഞങ്ങൾ 7 പേരെയും പരിശുദ്ധ ദൈവമാതാവിനോടും വിശുദ്ധ കുർബാനയോടുമുള്ള ഭക്തിയിൽ വളർത്താൻ മാതാപിതാക്കൾ ഒരുപോലെ ശ്രദ്ധാലുക്കളായിരുന്നു. കാരണം പരിശുദ്ധ അമ്മയോടും കുർബാനയോടുള്ള ഭക്തിയിൽ മാതാപിതാക്കൾക്ക് ലഭിച്ചിട്ടുള്ള അനുഭവങ്ങൾ മക്കളെ തീർച്ചയായും പഠിപ്പിക്കുക എന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി തീർത്തവരാണ് എൻ്റെ മാതാപിതാക്കൾ. കുഞ്ഞുനാളിൽ എനിക്കൊക്കെ 3 വയസ്സായപ്പോൾ മുതൽ, എനിക്കെന്ന് മാത്രമല്ല എൻ്റെ സഹോദരിമാർക്ക് എല്ലാവർക്കും 3 വയസ്സായാൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തി ജപമാല ചൊല്ലണം എന്നുള്ളത് നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു. ജപമാലയുടെ സമയമായാൽ പള്ളിയിൽ കുരിശുമണി അടിക്കുന്ന സമയത്ത് എല്ലാവരും പ്രായമനുസരിച്ച് പ്രാർത്ഥനാമുറിയിൽ വന്ന് മുട്ടുകുത്തി നിൽക്കണം എന്നുള്ളത് ഒരു ശീലമാക്കാൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് അപ്പനും അമ്മയാണ്. ആ സമയമാകുമ്പോൾ ഞങ്ങളെല്ലാവരും ആദ്യത്തെ മൂത്ത ചേച്ചി മുതൽ ഞാൻ വരെയുള്ള 7 മക്കളും പ്രാർത്ഥനാമുറിയിൽ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥനകൾ ചൊല്ലും. പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ആലപിച്ചുകൊണ്ട് തുടങ്ങുന്ന പ്രാർത്ഥന, ജപമാല, തിരുഹൃദയ പ്രതിഷ്ഠ, സകല വിശുദ്ധരോടുമുള്ള മാധ്യസ്ഥ പ്രാർത്ഥന, പരിശുദ്ധ അമ്മയുടെ നാമം കീർത്തിച്ചുകൊണ്ടുള്ള പാട്ട്, ഇതെല്ലാം അടങ്ങിയ കുടുംബ പ്രാർത്ഥനാ സമയം ഞങ്ങളുടെ ജീവിതത്തിലൊരു ആഘോഷത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അനുഭവമായിരുന്നു. 3 വയസ്സായാൽ മുട്ടുകുത്തണം എന്നുള്ളതൊരു സ്ട്രിക്റ്റായിട്ടുള്ള കാര്യമായിരുന്നു. ഞങ്ങൾ 7 പേരും നിരന്ന് മുട്ടുകുത്തി നിൽക്കും. ഓരോ വടി കൊണ്ടുവരണം പ്രാർത്ഥനാ മുറിയിലേക്ക് വരുമ്പോൾ. കാരണം ആരെങ്കിലും ഇരുന്നാൽ അവരവരെ അടിക്കാനുള്ള വടി അവരവർ കൊണ്ടുവരണം. അത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പനും അമ്മയും. അപ്പം ഞങ്ങൾ 7 പേരും ഒരു വടി പിടിച്ചുകൊണ്ടാണ് പ്രാർത്ഥനാ മുറിയിലേക്ക് വരുന്നത്. ഒരു സമ്പൂർണ്ണ ജപമാല കഴിയുവോളം മുട്ടുകുത്തി തന്നെ ജപമാല ചൊല്ലണമെന്ന് നിർബന്ധമായിരുന്നു. ആ നാളുകളിലൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാ ഇത്രയ്ക്ക് സ്ട്രിക്റ്റായിട്ട് ഞങ്ങളെ ഇങ്ങനെ പ്രാർത്ഥിപ്പിക്കുന്നതെന്ന്. പക്ഷേ ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടങ്ങളിലും വളർച്ചയിലും ഇപ്പോഴിതുവരെയും
ലഭിച്ചിട്ടുള്ള പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ ഓർക്കുമ്പോൾ അതൊന്നും പാഴായിപ്പോയില്ല. എൻ്റെ മാതാപിതാക്കൾ എത്രയോ നല്ലവരെന്ന് ഞാൻ ഈ നിമിഷം ഓർത്തു പോകുക. എനിക്ക് 6 വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കുറേ പശുക്കളും ആടുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം. പശുവിനെ തീറ്റാനായിട്ട് ഉച്ച കഴിഞ്ഞ് ഒരു 4 മണിയോടുകൂടെ പറമ്പിൽ പോവുക പതിവായിരുന്നു. എനിക്ക് 6 വയസ്സ് തികഞ്ഞ് കുറച്ച് നാളുകളെ കഴിഞ്ഞിട്ടുള്ളെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നു. എൻ്റെ 3ാമത്തെ ചേച്ചിയോടൊപ്പം പശുവിനെയും ആടിനെയൊക്കെ തീറ്റാനായിട്ട് പോയ സമയം ഒരു ഡിസംബർ മാസം. ഞങ്ങൾ ഡിസംബർ മാസം 1-ാം തീയതി മുതൽ എല്ലാവരും സുഹൃത ജപങ്ങൾ ചൊല്ലി ഉണ്ണീശോയ്ക്ക് തലയിണ, ഉടുപ്പ്, സോക്സ് അങ്ങനെയൊക്കെ ഒരുക്കുന്ന പതിവുണ്ട്. ഞാനും എൻ്റെ ചേച്ചിയും കൂടെ 1500 സുഹൃത ജപം ചൊല്ലാമെന്ന് തീരുമാനമെടുത്തിട്ട് പശുവിനും കൊണ്ട് പോയൊരു ദിവസം അത് ഇന്നും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. പശുവിനെ തീറ്റാൻ വിട്ടിട്ട് ഞാനും ചേച്ചിയും സുഹൃത ജപം ചൊല്ലാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പശുവിനെ കാണുന്നില്ല. എൻ്റെ ചേച്ചി ആ പശുവിനെയും തേടിക്കൊണ്ട് പോയ സമയത്ത് ഞാൻ ആ ഇരുന്നിടത്ത് ആ പുൽമേടയിൽ തന്നെ ഇരുന്നു കൊണ്ട് സുഹൃത ജപം ആകാശത്തോട്ട് നോക്കി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഒരു ഒളിയമ്പ് പോലെ എന്തോ എൻ്റെ കൺമുൻപിലൂടെ പാസ് ചെയ്യുന്നത് ഞാൻ കണ്ടു. ആകാശത്ത് നിറഞ്ഞ പുഞ്ചിരിയോടെ നിൽക്കുന്ന സുന്ദരിയായൊരു സ്ത്രീയും കയ്യിലൊരു ഉണ്ണിയും കുറേ മാലാഖമാരും തെളിഞ്ഞു വരുന്നത് ഞാൻ കണ്ടു. ഞാൻ അങ്ങനെ നോക്കി മുട്ടുകുത്തി പുഞ്ചിരിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ജപമാല നീട്ടിപ്പിടിച്ചുകൊണ്ട് ആ കുരിശിന് താഴെ കാണുന്ന കാര്യത്തിലേക്ക് നോക്കാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ നോക്കുമ്പോൾ നിറഞ്ഞൊഴുകുന്ന അഴുക്ക് ചാലിൽ കുറേ മനുഷ്യർ പെടഞ്ഞുകൊണ്ട് ഒഴുകുന്നതായിട്ട് ഞാൻ കണ്ടു. അന്ന് അമ്മ പറഞ്ഞൊരു സ്വരവും വാക്കും ഇന്നും എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. മക്കളെ, പാപത്തിൻ്റെ അഴുക്ക് ചാലിൽ പെട്ടുഴലുന്ന മക്കൾ ഇതാ നശിക്കാൻ പോകുന്നു, നശിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ രക്ഷിക്കാൻ നിരന്തരം ജപമാല ചൊല്ലണം. എൻ്റെ കുഞ്ഞെ, നീ ഈ ദൗത്യം ഏറ്റെടുക്കണം. അങ്ങനെയും പറഞ്ഞ് പിന്നെ ആ ദൃശ്യം കാണാതെയായി. എനിക്ക് ഒന്നും അന്ന് മനസ്സിലായില്ല. പിന്നെ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ അത് ഓർത്തുകൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആരുടെ അടുത്തും പറയല്ലേ എന്നൊരു ആഹ്വാനവും ഉണ്ടായിരുന്നു. അങ്ങനെ 7ാം വയസ്സിൽ ആദ്യ കുർബാന സ്വീകരണത്തിന് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്ന ഒരു കാര്യമാണ്, പരിശുദ്ധ അമ്മ എന്താ എന്നോട് ഇങ്ങനെ പറഞ്ഞ്, ആരോട് പറയരുതെന്നും പറഞ്ഞല്ലോ. എന്നാൽ ഞാൻ കുമ്പസാരക്കാരനായ എൻ്റെ ഇടവക വൈദികനോട് പറഞ്ഞാലോ? അങ്ങനെ ചിന്തിക്കുമ്പോഴൊക്കെ മനസ്സിനൊരു സമാധാനം കിട്ടുമായിരുന്നു. ആദ്യ കുർബാന സ്വീകരണത്തിന് സിസ്റ്റേഴ്സ് പ്രാർത്ഥനകളെല്ലാം പഠിപ്പിച്ച് ഒരുങ്ങി. എത്ര പ്രാവശ്യം കുമ്പസാരിക്കണമെന്ന് ഞാൻ അറിയാതെ ഒരു സിസ്റ്ററിനോട് ചോദിച്ചു പോയത് ഇപ്പോൾ ഓർക്കുന്നു. കാരണം പാപമില്ലാതെ കുമ്പസാരിച്ച് ആദ്യമായി ഈശോയെ സ്വീകരിച്ച് പാപമില്ലാതെ ജീവിച്ച് പരിശുദ്ധ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള ആ ആഹ്വാനം നിർവഹിക്കാൻ എങ്ങനെ ഒരുങ്ങണമെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, കുഞ്ഞേ, ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങുമല്ലേ, ആദ്യ കുമ്പസാരം ഒറ്റ പ്രാവശ്യം മാത്രം. അങ്ങനെ ഒരുങ്ങി ആദ്യ കുമ്പസാരം കുർബാന സ്വീകരണത്തിൻ്റെ തലേനാൾ ബഹുമാനപ്പെട്ട വൈദിക ഞങ്ങളെല്ലാം നിരനിരയായി നിർത്തി കുമ്പസാരക്കൂട്ടിലിരുന്നു. എൻ്റെ ഊഴമെത്തിയപ്പോൾ ഞാൻ എൻ്റെ ഈശോയെ, പരിശുദ്ധ അമ്മ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക. ഒരുപാട് കറകളും ബലഹീനതകളുമുള്ള ഒരു കുഞ്ഞ് അങ്ങയുടെ സ്വന്തമാകാൻ പോകുക. അങ്ങനെ ഉറക്കെ തന്നെ പറഞ്ഞുകൊണ്ട് പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞതിന് ശേഷം ആ വൈദികനോട് ഞാൻ ഈ കാര്യം കൂടെ പറഞ്ഞു. എന്നോട് വളരെ സ്നേഹത്തോടു കൂടെ വൈദികൻ തന്നൊരു നിർദ്ദേശം ഇപ്രകാരമായിരുന്നു, കുഞ്ഞേ, നീ ഇത് മനസ്സിൽ സൂക്ഷിക്കുക, ഈശോയും അമ്മയും പ്രവർത്തിക്കട്ടെ. അങ്ങനെ പറഞ്ഞ് കുമ്പസാരത്തിനുള്ള പ്രായശ്ചിത്തങ്ങളെല്ലാം നൽകി കുമ്പസാരിച്ചൊരുങ്ങി പിറ്റേന്നാൾ ആദ്യമായിട്ട് ഈശോയുടെ സ്വന്തമായി തീരാൻ ഈശോയെ സ്വീകരിക്കുന്ന ദിവസം ആഗതമായി. വളരെയേറെ സന്തോഷമായിരുന്നു. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ ഇങ്ങനെയൊക്കെ കുമ്പസാരിച്ചു, ഇനി എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടോ? അമ്മ പറഞ്ഞു, ഇല്ല മോളെ, ഇതൊക്കെ ധാരാളം, ഈശോ എല്ലാം അറിയുന്നവനാ. എൻ്റെ മാതാപിതാക്കളും സഹോദരിമാരും എന്നെ പ്രാർത്ഥിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോയി.
ഒരുപാട് ദൂരം നടന്ന് ഒരു മഠത്തിൽ വെച്ചായിരുന്നു ആദ്യ കുർബാന സ്വീകരണം. വരാക്കരയുള്ള സെൻറ്റ് മർത്ത സിസ്റ്റേഴ്സിൻ്റെ മഠത്തിൽ വെച്ച് ആദ്യമായി ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചത് മാർ ജോസഫ് കുണ്ടുകുളം പിതാവിൽ നിന്നായിരുന്നു. കുർബാന സ്വീകരണ സമയമായപ്പോൾ ആദ്യമായിട്ട് ഈശോ എൻ്റെ നാവിൽ വന്ന സമയം ഞാൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു: ഈശോയെ, എന്നെ ഒരു വിശുദ്ധയാക്കണേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അപ്പോൾ ഒരു സ്വരം എനിക്ക് കേൾക്കാനിടയായി: കുഞ്ഞേ, ഞാനും നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ അമ്മ എപ്പോഴും പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്: മക്കളെ, ഞാനൊക്കെ രണ്ടാനമ്മയാണ്. നമ്മുടെ എല്ലാവരുടെയും ആദ്യത്തെ അമ്മ പരിശുദ്ധ അമ്മയാണെന്ന് പറഞ്ഞ് ദൈവമാതാവിൻ്റെ ഒരു ഫോട്ടോ ചൂണ്ടിക്കാണിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് ഞങ്ങളെ സമർപ്പിക്കുന്ന ഒരനുഭവമുണ്ട്. എൻ്റെ അമ്മയ്ക്ക് അമ്മയുടെ കുഞ്ഞുനാൾ മുതലേ ഒരുപാട് അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം വഴി ലഭിച്ചിട്ടുള്ളതാണ്. അതിലേറ്റവും പ്രത്യേകമായിട്ട് അമ്മ എപ്പോഴും ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന, പ്രചോദനം നൽകിയിട്ടുള്ളൊരു കാര്യം, എൻ്റെ അമ്മയ്ക്ക് ഞങ്ങൾ 7 പെൺമക്കൾ. മക്കളെയൊക്കെ വളർത്തി അപ്പൻ ജോലിക്ക് പോകുന്നു, അപ്പാപ്പനും അമ്മമ്മയും വീട്ടിലുണ്ട്. ആ കാലഘട്ടത്തിൽ അമ്മയ്ക്ക് ശരീരം മുഴുവനും ചൊറിഞ്ഞ് തടിച്ച് പൊട്ടി അത് വ്രണമായി പൊട്ടി ഒഴുകുന്നൊരു അസുഖം ഉണ്ടായി. ഒരുപാട് ചികിത്സ ചെയ്തു, ആയുർവേദവും അലോപ്പതിയൊക്കെ ആയിട്ട് ഒത്തിരി ചികിത്സിച്ചു. പക്ഷെ ഒരു കുറവും ആ അസുഖത്തിനുണ്ടായില്ല. മറ്റുള്ളവരുടെ മുൻപിൽ പോകാൻ പോലും അമ്മയ്ക്ക് പറ്റാതെ വ്രണങ്ങൾ പൊട്ടി ഒഴുകുന്നൊരു അനുഭവം. അമ്മ ഒരു ദിവസം ദേവാലയത്തിൽ, ഇടവക ദേവാലയത്തിൽ ചെന്ന് ദൈവമാതാവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തിയിട്ട് അമ്മയോട് പറഞ്ഞു: അമ്മയും ഈശോയും കൂടെ എനിക്ക് ഒരു ജീവിതം തന്നു, 7 മക്കളെ തന്നു. അവരെയൊക്കെ നോക്കാൻ ഞാൻ ഇനിയും ഈ ലോകത്തായിരിക്കണമെന്നത് ദൈവഹിതമെങ്കിൽ അമ്മ ഈശോയോട് ഒന്ന് പറയണേ, എൻ്റെ ശരീരത്തിൻ്റെ ഈ രോഗാവസ്ഥകളൊന്ന് മാറ്റിത്തരാനായിട്ട്. വൈദ്യൻ പറഞ്ഞത് ഇത് സർപ്പവിഷമാണെന്നാ, ചികിത്സിച്ചിട്ടൊന്നും മാറുന്നുമില്ല. ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മ എന്നെ തള്ളിക്കളയില്ലെന്ന്. അങ്ങനെ അമ്മ അത് പ്രാർത്ഥിച്ച് കണ്ണുകളടച്ച് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തി നിൽക്കുമ്പോൾ അമ്മ പറഞ്ഞത് ഇപ്രകാരമാണ്: കരങ്ങൾ കൂപ്പി നിൽക്കുന്ന അമ്മയുടെ ഈ കയ്യിൽ എന്തോ തട്ടി വീഴുന്നത് പോലെ അമ്മയ്ക്ക് അനുഭവപ്പെട്ടു. കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ നിത്യസഹായ മാതാവിൻ്റെ ഒരു കൊച്ചു പടം താഴെ കിടക്കുന്നു. അമ്മ ആ പടം എടുത്ത് മാതാവിൻ്റെ തിരുസ്വരൂപത്തോട് ചേർത്ത് വെച്ചു. ആ സമയം വരെ അമ്മ അത് കണ്ടതായിട്ട് ഓർക്കുന്ന പോലുമില്ല ആ മാതാവിൻ്റെ അടുത്ത്. അപ്പോൾ അമ്മ പറഞ്ഞു: ഞാൻ വിശ്വസിക്കുന്നു അമ്മ ഉണ്ണിയേശുവുമായി വന്ന് എന്നെ ഈ അസുഖത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിമുക്തയാക്കുമെന്ന്. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അമ്മ പള്ളിയിൽ നിന്ന് വന്നു. അന്നത്തെ ദിവസം വീട്ടിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥന കഴിഞ്ഞ് രാത്രി കിടന്നുറങ്ങി. ഉറക്കത്തിൽ അമ്മ ഇപ്രകാരമാണ് പറഞ്ഞു തന്നിട്ടുള്ളത് ഞങ്ങൾക്ക്: സുന്ദരിയായൊരു സ്ത്രീ സ്വപ്നത്തിൽ എൻ്റെ അടുത്ത് വന്നു, 7 തരം മരുന്ന് എനിക്ക് പറഞ്ഞു തന്നു. ആ മരുന്നിൻ്റെ പേര് അത് അരച്ച് ദേഹത്ത് പുരട്ടുവോളം ആരോടും പറയരുതെന്നും പറഞ്ഞു. അത് എപ്രകാരം ഏത് അനുപാതത്തിൽ ചേർക്കണമെന്നും പറഞ്ഞു തന്നു. എന്നിട്ട് ആ സ്ത്രീ അങ്ങ് പോയി. രാവിലെ ഉണർന്നപ്പോൾ അപ്പനോട് പറഞ്ഞു: എനിക്ക് ഈ മരുന്നുകളൊക്കെ ഒന്ന് പറിച്ചു കൊണ്ടുവന്ന് തരാമോ? അപ്പോൾ അപ്പൻ പറഞ്ഞു: എത്ര ഡോക്ടേഴ്സിനെ കാണിച്ച്, വൈദ്യന്മാരെ കാണിച്ചു, ചികിത്സിച്ചിട്ട് ഭേദമില്ല, ഇനി ഇതും കൂടെ ചെയ്യണോ? വേണം, ചെയ്യണമെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞെന്ന് അമ്മ പറഞ്ഞില്ല, ഇത് ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്, അത് ചെയ്യണം. അപ്പം മറുത്തൊന്നും പറഞ്ഞില്ല. മരുന്നുകൾ പറിക്കാനായിട്ട് പോയി. പല പറമ്പുകളിലും തേടിയിട്ടാണ് 7 കൂട്ടം മരുന്ന് കിട്ടിയത്. ആ മരുന്നുകൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അമ്മ സന്ധ്യയായപ്പോൾ അത് അരച്ച് ദേഹത്ത് മുഴുവൻ പുരട്ടി. അപ്പോൾ മാതാവ് സ്വപ്നത്തിൽ പറഞ്ഞു കൊടുത്തിരുന്നു അത് അകത്തേക്കും അല്പം കഴിക്കണമെന്ന്. അമ്മ കുറച്ച് അകത്തോട്ടും കഴിച്ചു, കുറച്ച് ദേഹത്ത് മുഴുവൻ പുരട്ടി. കുളിച്ച് പ്രാർത്ഥന കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റത് എൻ്റെ അമ്മയുടെ ദേഹത്ത് ഒരു അടയാളം പോലും ഇല്ലാതെയാണ്. പ്രൈസ് ദ ലോർഡ്, ആവേ മരിയ.
പരിശുദ്ധ ദൈവമാതാവിൻ്റെ നിറഞ്ഞ മാധ്യസ്ഥമാണ് എൻ്റെ അമ്മയെ ആ രോഗത്തിൽ നിന്ന് രക്ഷിച്ചതെന്ന് അമ്മയ്ക്ക് നല്ല ബോധ്യമുണ്ട്. അത് എത്ര പ്രാവശ്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. അപ്പോൾ അമ്മ പറഞ്ഞു തന്ന ആ അനുഭവവും, അമ്മ ഞങ്ങളെ പ്രസവിച്ച അമ്മ രണ്ടാനമ്മയാണെന്നും ആദ്യത്തെ അമ്മ യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമാണെന്നുള്ള ആ ബോധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ ബോധ്യത്തിൽ നിന്നാകണം പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേറ്റ് ജപമാല ചൊല്ലി സകല വിശുദ്ധരുടെയും ലുത്തിനിയെ ചൊല്ലി ആദ്യമായിട്ട് ഞങ്ങൾ കുർബാനയ്ക്ക് പോവുക. എല്ലാ പ്രഭാതത്തിലും അങ്ങനെ പോകണമെന്നുള്ളത് നിർബന്ധമായിരുന്നു. വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി പരിശുദ്ധ അമ്മ വഴി ലഭിച്ചിട്ടുള്ള മാതാപിതാക്കളിലൂടെ പകർന്നു ലഭിച്ച ഞങ്ങൾ എത്രയോ ഭാഗ്യവതികളാണെന്ന് ഞാൻ ഈ നിമിഷത്തിൽ ചിന്തിക്കുകയാണ്. എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലെല്ലാം സ്കൂളിന് ഓപ്പോസിറ്റാണ് പള്ളി ഉണ്ടായിരുന്നത്. പള്ളിയുടെ സ്കൂളായിരുന്നു, പള്ളി വകയുള്ള സ്കൂള്. ഞാൻ എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് ദേവാലയത്തിൽ കയറി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്തുതി അർപ്പിച്ചിട്ട് പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിൻ്റെ അരികെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാ ദിവസം തന്നെ 7ാം ക്ലാസ് വരെയും സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അതെനിക്ക് വലിയൊരു ശക്തിയായിരുന്നു. ഞാൻ ഓർക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണിച്ച പരിശുദ്ധ അമ്മയോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് കാണിച്ച ഒരു കൊച്ചു കുറുമ്പ്. താരതമ്യേന വലിയ മോശമില്ലാതെയൊക്കെ പഠിക്കാൻ ഈശോ എനിക്ക് ബുദ്ധി തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ വല്യപ്പ മരിച്ചു, അപ്പൻ്റെ ചേട്ടൻ മരിച്ചു. എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റിയില്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ സാർ എന്നോടൊരു ചോദ്യം ചോദിച്ചു. ആ സാറ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സയൻസ് എന്ന വിഷയത്തിൽ നിന്നൊരു ചോദ്യമായിരുന്നു. എനിക്കതിന് ആൻസർ ചെയ്യാൻ പറ്റിയില്ല. അപ്പം കുറച്ച് സമയം സ്കൂളിൽ ക്ലാസ് റൂമിൽ മറ്റുള്ളവരുടെ മുൻപിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി. അതെനിക്ക് വല്ലാതെ വിഷമമായി. ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണത്തിൻ്റെ ഇൻ്റർവെൽ സമയത്ത് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. തിരിച്ച് സ്കൂളിലെത്തി അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പം ഒരു തെങ്ങിൻ്റെ കടയുടെ അവിടെ 2-3 കല്ല് പെറുക്കി വെച്ചിട്ട് ആ സയൻസ് എന്ന വിഷയത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള മാതാവിൻ്റെ പിക്ചർ, എല്ലാ ടെക്സ്റ്റ് ബുക്കുകളിലും മാതാവിൻ്റെ ഓരോ പടം വയ്ക്കുമായിരുന്നു. ആ മാതാവിൻ്റെ പടം എടുത്തുകൊണ്ട് ഞാൻ വെയിലത്ത് വെച്ചു. വെയിലത്ത് വെച്ചിട്ട് മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു, അമ്മേ എന്നെ കുറേ നേരം സ്കൂളിൽ എഴുന്നേൽപ്പിച്ച് നിർത്തിയില്ലേ, അമ്മ ഇനി കുറച്ച് സമയം വെയിലത്തിരിക്കുക. അതെൻ്റെ കൊച്ചുബുദ്ധിയിലൊരു കുറുമ്പായിരുന്നു. പക്ഷേ ഇത് കണ്ടുകൊണ്ട് വന്ന എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, മോളെ ഇതൊരിക്കലും നീ ഇങ്ങനെ ചെയ്യരുത്, പരിശുദ്ധ അമ്മയെ വെയിലത്ത് വയ്ക്കുക, അത് വേഗം എടുത്ത് മാതാവിനോട് സോറി പറയും, മാപ്പ് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനില്ല, എന്നെ ഇങ്ങനെയൊന്നും വിഷമിപ്പിച്ചില്ലേ, ഞാൻ പഠിക്കാഞ്ഞിട്ടല്ലല്ലോ, ഇങ്ങനെ ഒരു അവസരം ഉണ്ടായതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞപ്പം അപ്പോൾ എന്നെ മടിയിൽ വെച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. മോളെ, നിൻ്റെ ഈ സ്വാതന്ത്ര്യം അത് ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക്, പരിശുദ്ധ അമ്മയോടുള്ള ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് വളരണം, അത് മരണം വരെ കാത്തുപാലിക്കണം. അങ്ങനെ അപ്പനാന്ന് പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. എന്നെ ശാസിക്കുന്നതിനേക്കാൾ കൂടുതലായി അതിനെക്കുറിച്ചുള്ള ബോധ്യം പറഞ്ഞു തന്നതായിരുന്നു. സ്കൂൾ കാലഘട്ടത്തിലെല്ലാം പരിശുദ്ധ അമ്മയുടെ നിറഞ്ഞ സാന്നിധ്യവും സംരക്ഷണവും അനുഭവിച്ച കാലഘട്ടമായിരുന്നു അത്. പിന്നെ എൻ്റെ കൊച്ചു പ്രായത്തിൽ ഞാൻ ഓർക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ഏതാനും ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ പറമ്പിൽ നിറയെ കശുമാവ് ഉണ്ടായിരുന്നു. ഒരു ദിവസം എൻ്റെ അപ്പൻ കശുമാവിൽ കയറി മാങ്ങ അണ്ടിയൊക്കെ പറിച്ച് ഇങ്ങനെ ഇടും. അപ്പൻ എല്ലാ മാവിലും കയറിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകും. ഞങ്ങൾ എൻ്റെ ചേച്ചിയും ഞാനുമാണ് കശുവണ്ടിയെല്ലാം പറക്കാനായിട്ട് കൂടിയിരുന്നത്. നിറയെ ചപ്പും ചവറൊക്കെ കിടക്കണ്ടായിരുന്നു. ഒരു മാവിൻ്റെ കീഴെ വന്ന് കശുവണ്ടി പറിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അറിയാതെ ഒരു പാമ്പിൻ്റെ പുറത്ത് ചവിട്ടി. ആ പാമ്പ് പെടഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി. പക്ഷെ അത് അതേപോലെ തന്നെ തിരിച്ചു വന്ന് മൂർഖം പാമ്പായിരുന്നു. അതിങ്ങനെ പത്തി വിടർത്തി ചീറ്റി നിന്നൊരു സമയം ഞാൻ ഓർക്കുന്നു.
ആ സമയത്ത് ഞാനും എൻ്റെ ചേച്ചി ഒരുമിച്ച് എൻ്റെ അമ്മ പഠിപ്പിച്ചു തന്നൊരു പ്രാർത്ഥനയുണ്ട്. മാതാവിൻ്റെയും വിശുദ്ധരുടെയും മാലാഖമാരുടെയും സംരക്ഷണ യാചിച്ചുകൊണ്ട് സർപ്പത്തിൻ്റെ വായ് മൂടിക്കെട്ടാനുള്ളൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥന ഞങ്ങൾ ഒരുമിച്ച് ചൊല്ലി അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ഓടിപ്പോയി ഞങ്ങൾ തിരിച്ച് വീണ്ടും വന്ന് നോക്കി പാമ്പ് എന്നെ ചെയ്യുന്നത്. പക്ഷെ ഞങ്ങളുടെ തൊട്ടടുത്താണ് ഈ പാമ്പ് നിൽക്കുന്നത്. ഈ പാമ്പ് അതുപോലെ തന്നെ നിന്നിട്ട് ഞങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലി പരിശുദ്ധ അമ്മേ എന്നുള്ള ആ വിളി കേട്ടിട്ടാകണം പാമ്പ് തല താഴ്ത്തി അത് വന്ന വഴിക്ക് തന്നെ ഇഴഞ്ഞു പോയൊരു അനുഭവം. അതുപോലെ തന്നെ ഞാൻ ചെറുതായിരിക്കുമ്പോൾ എന്നെ ഒരു കാള കുത്താനായിട്ട് ഓടിപ്പിച്ചു. എൻ്റെ തൊട്ടടുത്ത് എന്നെ കുത്തി മലർത്തി ഇട്ടു എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. അപ്പോഴും പരിശുദ്ധ അമ്മയെ കാപ്പായിൽ പൊതിയണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓടിയതൊക്കെ ഞാൻ ഓർക്കുന്നു. പക്ഷേ ഞാൻ ഒരു 5-10 മിനിറ്റ് ഓടിയാലും കാളയുടെ കുത്തലിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടാവുന്ന അത്ര സ്പീഡിലല്ല ഞാൻ ഓടിയത്. എന്നെ അത്ഭുതകരമായിട്ട് ആരോ തള്ളിവിടുമായിരുന്നു മുന്നോട്ട്. പെട്ടെന്ന് തന്നെ 10 മിനിറ്റോളം ഓടിയെത്താവുന്ന ദൂരം വെറും 6-7 മിനിറ്റിനുള്ളിൽ എന്നെ എൻ്റെ വീടിൻ്റെ അടുക്കളയിൽ കൊണ്ടുചെന്ന് നിർത്തിയൊരു അനുഭവം. പരിശുദ്ധ അമ്മയുടെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ അമ്മയുടെ കുഞ്ഞുങ്ങളെ കാക്കുന്നൊരു അനുഭവം ഞാൻ ഓർത്തു പോകുക. അതുപോലെ എൻ്റെ ചേച്ചിയുടെ ഒരു മകള്, ആ കുഞ്ഞ് ചെറുതായിരിക്കുമ്പോൾ അവൾക്കും പാമ്പ് കടി ഏറ്റിട്ട് കുഞ്ഞ് കളിക്കുന്നിടത്ത് നിന്ന് ഓടി വന്ന് എൻ്റെ കാലയിൽ എന്തോ കടിച്ചു എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ശരിക്കും പാമ്പിൻ്റെ പല്ല് അകന്ന് അത്രയും തന്നെ ഗ്യാപ്പിൽ 3 മുറിവുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ മുതിർന്നവരൊക്കെ പറഞ്ഞു ഇത് പാമ്പ് കടി ഏറ്റിരിക്കുന്നത്. ആ കുഞ്ഞ് കളിച്ചെടുത്ത് പോയി നോക്കുമ്പം കുറച്ച് അപ്പുറത്തേക്ക് നീങ്ങി ഒരു കരിമൂർഖൻ പാമ്പ് ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ വേഗം ഫസ്റ്റ് എയ്ഡ് കൊടുത്തു കുഞ്ഞിന്. അത് കഴിഞ്ഞേച്ചും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് കുഞ്ഞിനെ സമർപ്പിച്ചിട്ട് കുഞ്ഞിനെ എടുത്ത് തോളിലിട്ടുകൊണ്ട് ഒരു 2-2.5 കിലോമീറ്റർ അപ്പുറത്തുള്ള വൈദ്യൻ്റെ അടുത്തേക്ക് ഓടുക. ഞാൻ ഓടുമ്പോൾ മുഴുവനും എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന ചൊല്ലി ജപമാല ചൊല്ലി ഓടുന്നത്. എൻ്റെ കാലുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും എൻ്റെ കാല് പുറകോട്ടാണ് വരുന്നത്. അത്രയും ടെൻഷനും പേടിയായിരുന്നു. കുഞ്ഞിൻ്റെ ഓർമ്മ പോയി തുടങ്ങിയായിരുന്നു. വൈദ്യൻ്റെ അടുത്ത് കൊണ്ട് ചെന്ന് വൈദ്യൻ്റെ അടുത്ത് കിടത്തിയപ്പോൾ വൈദ്യൻ പറഞ്ഞു ഇത് നല്ല വിഷമുള്ള പാമ്പാണ് കുഞ്ഞിനെ കടിച്ചിരിക്കുന്നതെന്ന്. എന്നിട്ട് ചികിത്സ നടത്തി. പരിശുദ്ധ അമ്മയുടെ നിത്യമായ സഹായം മക്കൾക്ക് നൽകുന്നു എന്നതിൻ്റെ തെളിവെന്നോണം കുഞ്ഞിന് യാതൊരു തരത്തിലുള്ള അസ്വസ്ഥതകളോ വിഷം തീണ്ടിയിട്ടുണ്ടാകാവുന്ന ആഫ്റ്റർ ഇഫക്റ്റോ ഒന്നുമില്ലാതെ ആ കുഞ്ഞ് രക്ഷപ്പെട്ട് ഇന്നും അവൾ സുഖമായിട്ട് ജീവിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന അനുഭവങ്ങളും അനുഗ്രഹങ്ങളും നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോകാം. പക്ഷേ തിരിച്ചറിവോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അമ്മയോടുള്ള സ്നേഹവും ഭക്തി ഈശോയോടുള്ള സ്നേഹത്തിലേക്ക് വളരത്തക്ക വിധത്തിൽ ജീവിതം ക്രമപ്പെടുത്തിയാൽ ഇന്നും ഞാൻ പറയുന്നു പരിശുദ്ധ അമ്മ ഒരു വെളിപ്പാട് അകലെയല്ല, നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പം എനിക്ക് മഠത്തിൽ ചേരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഈശോയുടെ വലത് കൈയിൽ ഒരു കുരിശ് പിടിച്ചിട്ടുണ്ട്. ആ കുരിശിങ്ങനെ ചെരിച്ച് പിടിച്ച കുരിശിൻ്റെ നടുവിലായിട്ട് എൻ എന്നെഴുതിയിരിക്കുന്നു. ആ എൻ ഇൻറ്റു ഇട്ടിരിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് വെള്ളം എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പോയി. അടുക്കളയിലേക്ക് വെള്ളം എടുക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ അദ്ദേഹം കാണുന്നേ ഞാൻ കൈക്കുമ്പിൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ജപമാ